കാർത്തിക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ശേഖരൻ ഓപ്പോസിറ്റായി അവിടെ ഇരിപ്പുണ്ട്. അവൾ ആരെയും നോക്കാതെ അവളുടെ പ്ലേറ്റിൽ മാത്രമാണ് ശ്രദ്ധ. അപ്പോഴാണ് അവിടേക്ക് അർജുൻ വന്നത്. അവൻ എല്ലാവരെയും ഒന്ന് പാളി നോക്കി. അവർക്ക് രണ്ടാൾക്കും അറിയില്ലല്ലോ ചെക്കനെല്ലാം അറിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത്. എന്താ ഇതിപ്പോൾ കഥ എന്ന പോലെ എമി മുഖത്തേക്ക് അർജുനൊന്ന് നോക്കി. അവൻ അവളെ ഇരു കണ്ണുകളും അടച്ചു കാണിച്ചു. അർജുൻ കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ അടുത്തേക്ക് ചേറ് വലിച്ചിട്ടിരുന്നു. പെട്ടെന്ന് കാർത്തികയ്ക്ക് എന്ത് പറയണമെന്നറിയാതെയായി. കാർത്തി, അർജുൻ അവളെ നീട്ടി വിളിച്ചു. ആ ഒരു നിമിഷം ആ വിളിയിൽ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവൻ്റെ കാർത്തി എന്നുള്ള വിളി ചെന്ന് തറച്ചത് അവളുടെ ഹൃദയത്തിലാണ്. എൻ്റെ ഏട്ടൻ, എൻ്റെ സ്വന്തം ചോര. അതെ, ആ ഒരു നിമിഷം തന്നെ അവളുടെ മനസ്സ് അവളുമായി വാക്തർക്കത്തിൽ ഏർപ്പെട്ടു. എന്ത് ഏട്ടൻ, എന്ത് ചോര? വേണ്ട, ഇത്രയും നാൾ നീ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഇനി അങ്ങനെ തന്നെ മതി. ആരും വേണ്ട, ആരുമില്ല തനിക്ക്. നുള്ളിപ്പെറുക്കിയിരുന്ന് കഴിക്കുന്ന കാർത്തികയുടെ മുന്നിലേക്ക് അർജുൻ ഒരു കഷ്ണം ഇഡ്ഡലി ചട്നിയിൽ മുക്കി അവളുടെ മുഖത്തിന് നേരെ നീട്ടി. ആ ഒരു നിമിഷം കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്താ, നിനക്കെന്തു പറ്റി? എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ ഏട്ടനോട് പറ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്തിനും. അർജുൻ്റെ വാക്കുകൾ കേൾക്കെ പുറത്തേക്കൊഴുക്കാൻ തുടങ്ങിയ ഏങ്ങലിനെ അവൾ അടക്കി പിടിച്ചു. വാഷിംഗ് ഏരിയയിലേക്ക് ഓടി. ഇവൾക്കിത് എന്തു പറ്റി? എമിയോടായി അർജുൻ ചോദിച്ചു. അതിന് അറിയില്ല എന്ന പോലെ എമി തലകുലുക്കി. നിന്നെ ഞാൻ എടുത്തോളാം. എൻ്റെ പെങ്ങളുടെ കൂടെ കൂടി എന്നോട് എല്ലാം മറച്ചു പിടിക്കുന്നു. എമിയെ നോക്കി മനസ്സിലായി പറഞ്ഞു അർജുൻ. ശേഷം അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എമി അർജുൻ ഇരിക്കുന്നിടത്തേക്ക് ഒന്ന് തലചരിച്ച് നോക്കി. അപ്പോൾ അവൻ അവളെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അയ്യോ എന്നും പറഞ്ഞ് കള്ളം ചെയ്യുന്ന കുട്ടികളെ പോലെ അവൾ പിന്നെയും തലകുനിച്ചിരുന്നു. അർജുൻ എമിയെ വിളിച്ചു. എമി, നിനക്കെന്തേലും പറയാനുണ്ടോ എന്നോട്? അവൾ ഇല്ല എന്ന പോലെ ഒന്ന് മൂളി. അതിന് അർജുൻ എമിയെ ഇരുത്തി ഒന്ന് നോക്കി. എമി കഴിച്ചു കഴിഞ്ഞു വാഷിംഗ് ഏരിയയിലേക്ക് പോയതും അർജുൻ അവളുടെ പിറകെ ചെന്നു. കൈ കഴുകി തിരിഞ്ഞ് എമിയുടെ ഇടുപ്പിലായി അർജുൻ പിടിമുറുക്കി. ചുമരിലേക്കായി അവളെ ചേർത്ത് നിർത്തി അവളിലേക്ക് അവൻ അമർന്നു. എന്താണ്, അടുത്തേക്ക് വരുന്നില്ല, മിണ്ടുന്നില്ല, നോട്ടത്തിലും ഭാവത്തിലും ഒരു കള്ളലക്ഷണം. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എമി അർജുൻ്റെ ചോദ്യത്തിന് മുന്നിൽ അടിപതറി. എമി അവൾക്ക് എന്ത് പറയണം എന്നറിയാതെയായി. ഏയ് ഇല്ല, ഒന്നുമില്ല. ആശുവേട്ടന് തോന്നിയതാകും. ആണോ? അതും പറഞ്ഞ് അർജുൻ എമിയുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചു. അവിടെയായി ഒന്ന് നുണഞ്ഞു വിട്ടു. ഇനി പറ, എന്താ കാര്യം? ഇല്ല ചേട്ടാ, ഇല്ല, ഒന്നുമില്ല. എമീ, അർജുൻ നീട്ടി വിളിച്ചു. ആ വിളിയിൽ എമി ഒന്ന് ഞെട്ടി. അവനറിയാം ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ പറയേണ്ടതുപോലെ അവൾ പറയുമെന്ന്. എമി അർജുൻ്റെ കയ്യിൽ നിന്നും പ്രോമിസ് വാങ്ങി. കാർത്തികയെപ്പറ്റിയുള്ള രഹസ്യം അവൾ അർജുനോടായി പറഞ്ഞു. കുട്ടിക്കറിയില്ലല്ലോ ചെക്കൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടിരിക്കുകയാണ് എന്നുള്ളത്. എമി എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഒന്നും അറിയാത്ത പോലെ അർജുൻ അഭിനയിച്ച് തകർത്തു. ഇല്ല, ഇനി കാർത്തികയുടെ മുന്നിലൂടെ ഇങ്ങനെ പറ്റില്ല. അപ്പോൾ അവൾ ഇവിടെ നിന്നും പോകാനിരിക്കുകയാണ് അല്ലേ? ഇല്ല, വിടില്ല. ഇനി അവളെ എവിടേക്കും ഞാൻ വിടില്ല. അവൾ ഇവിടെ വേണം, എൻ്റെയും അച്ഛൻ്റെയും ഒപ്പം. എൻ്റെ പെങ്ങൾ, അവളെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? എമി, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. നിനക്ക് നിൻ്റെ ഇച്ചായൻ്റെ മനസ്സമ്മതത്തിന് പോകണം എന്നല്ലേ പറഞ്ഞത്? നീ പൊയ്ക്കോ, പക്ഷേ കാർത്തികയെ എന്തും പറഞ്ഞ് നീ ഇവിടെ പിടിച്ചു നിർത്തണം. ഏയ് പറ്റില്ല, അതൊന്നും പറ്റില്ല. അവളെന്നെ കൊല്ലും. എങ്കിൽ നീ നിൻ്റെ ഇച്ചായൻ്റെ മനസ്സമ്മതത്തിന് പോകില്ല, അത്രേ ഉള്ളൂ. അച്ചുവേട്ടാ,